ഇവൻ കൊല്ലും കൊലയും കള്ളക്കടത്തും. രാത്രിയായ പെണ്ണുങ്ങളൊത്ത് ഡാൻസും പാട്ടും എന്നല്ലേ ബേപ്പൂർ മൂസ ആലിബാബയെ കുറിച്ച് പറഞ്ഞത്? ഇവരെങ്ങനെ ഇവിടെ താമസിപ്പിക്കും? അച്ഛാ, സൂര്യ ഞാനുമായിട്ടുള്ള കല്യാണം നടക്കണമെങ്കിൽ എന്ത് ത്യാഗം സഹിച്ചാണെങ്കിലും ആലിബാബ ഇവിടെ താമസിപ്പിക്കണം. പക്ഷെ എനിക്കൊരു സംശയം, മൂസൊക്കെ പറഞ്ഞൊരു ലുക്ക് വന്നില്ല. രമേശ് നമ്പ്യാര് എടാ കോപ്പേ, ഇന്നിപ്പോ എന്റെ ബുദ്ധിമോശം കൊണ്ട് സൂര്യയുടെയും വീട്ടുകാരുടെയും മുമ്പിൽ നീ രമേശ് നമ്പ്യാരായി വിലസുന്നു. പൊഴിച്ചിട്ട പടത്തിലേക്ക് ഒരു പാമ്പിന് തിരികെ കയറാൻ പറ്റില്ല. അതുപോലെ ഇനി ഒരിക്കലും എനിക്ക് ആ വീട്ടിൽ രമേശ് നമ്പ്യാരായി കയറാനും പറ്റില്ല. പക്ഷേ എനിക്ക് ആ വീട്ടിൽ കയറി പറ്റിയേ പറ്റൂ. ആ വീട്ടിൽ ഇനി ഒരു അൽസേഷൻ നായുടെ കുറവേ ഉള്ളൂ. അതേടാ, നിന്റെ ശരീരം കടിച്ച് പറിച്ച് കീറി എറിയാൻ കഴിവുള്ള അൽസേഷൻ. രമേശ് നമ്പ്യാർ എന്ന ഈ വ്യാജന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന അൽസേഷൻ. ആ അൽസേഷൻ ആകാനാടാ എന്റെ തീരുമാനം. അതുകൊണ്ട് ഇന്നു മുതൽ ഞാനാടാ അലിബാബ. അപ്പൊ അയാൾ എവിടെ? അയാൾ എവിടെയുമില്ല. കയറ് പൊട്ടിച്ചതും ഞാൻ അവനെ ഒറ്റ വെടിക്ക് അലിബാബയ്ക്ക് നിന്റെ ശത്രുപക്ഷത്ത് സ്ഥാനം. അവിടെ കയറിക്കൂടി നിന്റെ കള്ളക്കളി കംപ്ലീറ്റ് ഞാൻ പൊളിക്കും. അതോടെ സൂര്യ നിന്നെ ആട്ടി പുറത്താക്കും. പിന്നെ ഞാൻ സൂര്യയുടെ കഴുത്തിൽ മിന്നു കെട്ടും. എന്നിട്ട് സൂര്യ ഗ്രൂപ്പിന്റെ മുഴുവൻ അവകാശി ഞാനാകും. അടവ് 18 കഴിഞ്ഞാടാ ഞാൻ തീഹാറിൽ നിന്ന് വന്നിട്ടുള്ളത്. തീഹാറോ? ബീഹാർ എന്നാ ഞാൻ പറഞ്ഞത്. ചെവിയും കേട്ടൂടല്ലേ? ബീഹാറിൽ എനിക്കൊരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. അതിന്റെ പേരാണ് തീഹാർ. തീഹാർ ടീ. അതും അവൻ ഇപ്പോഴേ എയ്വ് പിടിച്ചു തുടങ്ങി. ആരെങ്കിലും കണ്ട കുഴപ്പാ. അവൻ എങ്ങനെയെങ്കിലും പിടിച്ച് മുറിക്കകത്താക്കണം. ये आली बाबा जी, तुम ओरिजिनल आली बाबा आनो? ആപ്പ് ഉപയോഗിക്കുന്നിടത്ത് ഉപയോഗിച്ചാൽ മതി. എന്റെ അടുത്ത് ആപ്പ് വേണ്ട. മലയാളത്തിൽ പറഞ്ഞോളൂ. അപ്പം മലയാളം അറിയാലേ? മലയാളം മാത്രമല്ല, ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര വാടക കൊലയാളിയായതിനാൽ ലോകത്തിലെ സർവത്ര ഭാഷയും എനിക്കറിയാം. പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ. എന്താണ്? ആലിബാബ ആണെന്ന്. കണ്ടാൽ അറിയാത്തവൻ ഉണ്ട കൊണ്ടാൽ അറിയും. കൊണ്ടില്ലല്ലോ. ആദ്യത്തെ വെടി തന്നെ ചീറ്റിയില്ലേ? ഒരു വെടിക്ക് 5 ലക്ഷം. അത് കൊണ്ടാലും കൊണ്ടില്ലെങ്കിൽ 5 ലക്ഷം. അതൊരു നെറികെട്ട ഏർപ്പാടായി. ആദ്യത്തെ വെടി ചീറ്റി. ചീറ്റി മാത്രമല്ല, തൂച്ചിപ്പോയി എന്റെ പണം പോയി. മേരാ ജീവൻ മേം പഹലെ ബാർ ഏക് ഗോലി ബേക്കാർ ഹോ ഗയാ. എന്താണ് മോനെ? എന്താണ്? അതായത് പുള്ളിക്കാരെ പകല് ബാറിൽ കയറി 2 വീശാൻ. ഒരുപാട് സമ്പാദ്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഇവൻ നമ്മുടെ ഷെയറിലുള്ള ഒരു പറമ്പ് വിറ്റിട്ടാണ് 5 ലക്ഷം തന്നത്. ബായി, ഇനി ഉന്നം പിഴക്കില്ല. പതുക്കെ ചുപ്പ് ചുപ്പ്. ഒരാളുടെ ശരീരം ഇല്ലെങ്കിലും 2 ആളുടെ ശബ്ദമാണ്. ഭായ് ഭായ് ആലിബാബയാണെന്നും രമേശ് നമ്പ്യാരെ കൊല്ലാൻ വന്നാണെന്നും ഇവിടെ ഓരറിയത്. തട്ടിക്കഴിഞ്ഞ അപ്പൊ സ്ഥലം വിട്ടോളാം. റെഡി ക്യാഷാ. അതുവരെ ഗസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. ബില്ല് ഞങ്ങൾ പേ ചെയ്തോളാം. ആരാ അങ്കിൾ ഈ കടും പച്ച? ഇവനാണ് രമേശ് നമ്പ്യാർ. ലുക്ക് കണ്ടിട്ട് ഇവനും ഒരു ഉണ്ട വേണ്ടി വരും. ഇവനാണ് നമുക്ക് തട്ടേണ്ടത്. ആരാള്? അത് അച്ഛന്റെ കൂട്ടുകാരൻ ഒരു കേശവ മേനോല്ലേ, മേനോന്റെ മകനാ. അയ്യേ, ഈ വേഷത്തില് ഇവനെ കണ്ടിട്ട് ഒരു മേനോന്റെ ലുക്കില്ലല്ലോ. അതെ, ഇവന്റെ അമ്മയുടെ ടൈപ്പാ. കാഴ്ചക്ക് അല്പം ഡിഫക്റ്റ് ഉണ്ടെങ്കിലും ആള് ക്വാളിഫൈഡാ. അല്ലയാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ മോളെ കെട്ടിക്കണെന്ന്. ഇടയ്ക്കിടയ്ക്ക് കെട്ടിക്കാനാ? അതെ, വല്ലപ്പോഴും കെട്ടിക്കാനാ? താന്നും ഉണ്ടായില്ലോ. അല്ലയാ, ഞാൻ എന്റെ മോളെ കെട്ടിക്കണെന്ന് പറയാറില്ലേ? അത് ഇയാളാ. എന്താ പേര്? അത് ഹരിചന്ദ്രൻ. ഹരിചന്ദ്രനോ? അതെന്തൊരു പേര്? അതങ്ങനെ ഒരു പേര്. ഓ മേരാ നാം ഹരിചന്ദ്രൻ ഹൂം. സംസാ സാറിന്റെ ഈ ബോഡി ഗാർഡ് അന്ധനാണല്ലേ? ബോഡി ഗാർഡോ? പിന്നെ നോ, ഹീസ് അവർ GM മിസ്റ്റർ രമേശ് നമ്പ്യാർ. ഓഹോ, അപ്പൊ ഈ കുഞ്ചൻ നമ്പ്യാരോട് ആരായിട്ട് വരും? ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിട്ട് വരും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്.
ഈ തട്ടിപ്പ് നടത്തി വെട്ടിച്ച് ജീവിക്കുന്നവരെ കണ്ടുപിടിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് MBA. ഉദാഹരണമൊന്നും വേണ്ട, ഇത് മതി. അതുകൊണ്ടായിരിക്കും ഈ വേഷം. അതെ അതെ, Glad to meet you. സെയിം ടു യു. ഓക്കെ അങ്കിൾ. അങ്കിൾ, നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിന്റെ വർക്ക് നമ്മള് കോൺട്രാക്ടർ. എങ്ങോട്ടാ? അത് മുझे उस लड़की से मिलना है. രമേശ് നമ്പ്യാരെ ഞാൻ തട്ടണമെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് പരിചയപ്പെടണം. എവിടെ സൂര്യ? വിളിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം. കാണിക്കൂ. അച്ഛാ, ചലോ ചലോ ചലോ. എവിടാണോ സൂര്യ? എവിടെ? ഞാൻ ഡീൽ ചെയ്തോളാം. തും ജാവോ ജാവോ ജാവോ. ഇതൊക്കെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാം. ജാവോ മാൻ. മുझे जानता हूं. എന്നെ മനസ്സിലായോ? ആരാ? അച്ഛൻ പറയണ കേട്ടു. എന്നെ കെട്ടാൻ പോണ ആളല്ലേ? അച്ഛാ, അതെ, ഞാൻ രാത്രി വരാം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ ആളെ കണ്ടു. ഇനി അറിയേണ്ടത് അവളുടെ ബെഡ്റൂമാണ്. मेरे अंगने में तुम्हारा नाम सूर्य है, सूर्य है. അത് ഇത് ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ. എന്താ? ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. അയ്യോ. എന്താ? പിടിക്കാൻ വന്നതാ. കള്ളനെ പിടിക്കാൻ വന്നതാ. എന്താ ഒരു ശബ്ദം കേട്ടത്? ഒന്നുമില്ല. ഒന്നുമില്ല, ശബ്ദം കേൾക്കും. വെറുതെ ഒരു അടി കിട്ടിയതാ. വെറുതെ ഒരു അടി കിട്ടുമോ? വെറുതെ ഒരു അടി കിട്ടി. വെറുതെ അടി കിട്ടുമോ? വെറുതെ ഒരു അടി കിട്ടി. വെറുതെ അടി കിട്ടുമോ? അതെ, വെറുതെ ഒരു അടി കിട്ടി. വെറുതെ അടി ഒരു അടി കിട്ടി. ഇപ്പൊ മനസ്സിലായി, വെറുതെയും അടി കിട്ടുമെന്ന്. ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യം. ആളെ കണ്ടിട്ടില്ല, ഫോട്ടോയും കയ്യിലില്ല. ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും കിട്ടിയാൽ ഒരു കളി കളിക്കാം. വന്ദേ മാതരം. അയ്യോ, ആട്ടോയുടെ കാശ് പിന്നെ തരാവടോ. കൈ കാശില്ല, ശമ്പളം കിട്ടട്ടെ. അതല്ലടോ, തനിക്കൊരു കോളുണ്ട്. ക്യാക്കോൾ. താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. തട്ടിപ്പ് വീരനോ? ഞാനോ? അപ്പൊ എന്നെ പറ്റി എല്ലാം മനസ്സിലായല്ലോ. പൊയ്ക്കോ, തന്റെ കോള് വേണ്ട. ഇനി കോളുമായിട്ട് വന്നാലോട്ടല്ലോ ഞാൻ ഗോളടിക്കും, പറഞ്ഞേക്കാം. എന്നെ ഫുള്ളാക്കരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിയരുത്. ഹിന്ദി അറിയായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ 4 ഗോസായിമാര് വന്ന് താമസിക്കുന്നുണ്ട്. കുഴൽപ്പണക്കാരാണെന്ന് എന്റെ അറിവ്. അവർ ആലിബാബ എന്ന് പേരുള്ള ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കാനാണ് വന്നിട്ടുള്ളത്. 10 ലക്ഷം? ആ, 10 ലക്ഷം. അവർ ആലിബാബയെ കണ്ടിട്ടേ ഇല്ല. ഒരു ഫോട്ടോ പോലും കയ്യിലില്ല. ഇപ്പൊ ആളെ തിരക്കി ഈ പ്രദേശത്ത് കറങ്ങിയടക്കിയ. താൻ മനസ്സ് വെച്ചാൽ 10 ലക്ഷം ഒറ്റയടിക്ക് തട്ടിയെടുക്കാം. എങ്ങനെ? താൻ ആലിബാബയായി ചെന്ന് പണം വാങ്ങണം. പകുതി എനിക്കും തരണം. 50-50. ഓക്കെ, 50-50. बोलूंगा. उठो, इधर आइए. ഓടോ तो अली बाबा. तो अली बाबा, बॉम्बे वाला अली बाबा. हाँ, मैं अली बाबा हूँ. तुम लोग ढूंढता हुआ है वही अली बाबा. साले बदमाश, नहीं तो मारो साले, मारो मारो भाई को मारो. मारो साले को. കിട്ടിയോ? എന്ത് ബാധ്യത? അങ്ങോട്ട് പോയാ മെന്റൽ, ഇങ്ങോട്ട് പോയാ ഡെന്റൽ. എന്താണ് ഒരു മാർഗം? ഇതുവഴി പോകാം. ചോർ आओ. സാബ് അയ്യോ, ഇതെന്ത് പറ്റി? സാർ ഈ വീടിന് പുറവശത്തുള്ള കിണർ കണ്ടിട്ടുണ്ടോ? ഇന്നലെ രാത്രി ഞാനത് കണ്ടില്ല. അയ്യോ, അങ്ങ് പോയി. ഞാൻ കുച്ചിനഹി ദേഖാ. അയ്യോ, കഷ്ടമായി പോയി. എന്റെ ജീവിതം കാഷ്ടമായി പോയി. സാറിനെ മുതലാളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നു പറയാൻ വന്ന. അയ്യോ, സോറി. നൊന്തോ? നോവോ? ഒന്നുമില്ല. ഓ,
ആ MBA കാരന്റെ പോക്ക് കണ്ടോ, ഈ MBA കാരന്റെ നിപ്പ് കണ്ടോ. അത് 11 വ്യാഴൻ, ഇത് കണ്ടക ശനി, കൊണ്ടേ പോവും. കുറവൻ കോണത്തെ MBA.